വെൽക്കം ടു ടോപ്പ് മാർക്ക് ഡിജിറ്റൽ സൊല്യൂഷൻസ്. യൂണിഫോം ഫാക്ടറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കമ്പനിയെ തികച്ചും പ്രൊഫഷണലും ലളിതവുമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ടോപ്പ് മാർക്ക് ഡിജിറ്റൽ സൊല്യൂഷൻസ് സ്മാർട്ട് ഈസി എന്ന പേരിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കമ്പനി പ്രോസസ്സ് ലഘൂകരിക്കാൻ വേണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുറമെ ലീഡ്സ് മാനേജ്മെൻറ്റ്, കൊട്ടേഷൻ ജനറേഷൻ പോലുള്ള അഡീഷണൽ ഓപ്ഷൻസും കൂടി ഫീച്ചേഴ്സും കൂടി ഈ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് സ്റ്റാഫ് അക്കൗണ്ട്, അഡ്മിൻ അക്കൗണ്ട്, മാസ്റ്റർ അഡ്മിൻ അക്കൗണ്ട് തുടങ്ങിയ വിവിധതരം അക്കൗണ്ടുകൾ കൂടാതെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഈ സോഫ്റ്റ്വെയർ കണക്ട് ചെയ്തിരിക്കുന്നു. ക്ലൗഡ് ബേസ്ഡ് ഇൻഡിവിജ്വൽ സെർവറിലാണ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ടോപ്പ് മാർക്ക് ഹോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ തികച്ചും സേഫാണ്. മാത്രമല്ല, ലോകത്തെ എവിടെയാണെങ്കിൽ പോലും ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടി ഓർഡർ പ്ലേസ് ചെയ്യാനും അഡ്മിൻസിന് അത് വാച്ച് ചെയ്യാനും ഉള്ള ഓപ്ഷൻസും ഉണ്ട്. അതിനുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കൂടി ടോപ്പ് മാർക്ക് തന്നെ ഈ പാക്കേജിൻ്റെ കൂടെ നൽകുന്നുണ്ട്. നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ് സ്മാർട്ട് ഈസി സോഫ്റ്റ്വെയറിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഡർ ഷീറ്റിൽ കൊടുത്തിട്ടുള്ള QR കോഡിലൂടെ പ്രൊഡക്ഷനിൽ നിന്നും അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻ സെയിൽസ് സ്റ്റാഫിന് ലഭിക്കുന്നതുമാണ്. അതിലൂടെ ഓർഡറിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് അവർക്ക് അറിയാനും അത് കസ്റ്റമറെ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കാനും വളരെ സഹായകമാണ്. മാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വിവിധ തരം യൂണിറ്റുകൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു കമ്പനീൻ്റെ അണ്ടറിൽ തന്നെ വിവിധ തരം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും ഓട്ടോമേറ്റഡായിട്ട് അതാത് യൂണിറ്റുകൾക്ക് അതിൻ്റെ ഓർഡർ ഷീറ്റ്, ജോബ് ഷീറ്റ് ഫോർവേഡ് ചെയ്യപ്പെടാനുള്ള ഓപ്ഷനും കൂടി ഈ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഒരു സെയിൽസ് സ്റ്റാഫിൻ്റെ അക്കൗണ്ട്. അഡ്മിൻ അലോട്ട് ചെയ്യുന്ന യൂസർ ID, പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് അതാത് സെയിൽസ് സ്റ്റാഫ് അവരുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഡാഷ്ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ മൈ ഓർഡർ ബുക്ക്, അതേപോലെ തന്നെ മൈ കറണ്ട് ഓർഡർ, ലോജിസ്റ്റിക്സ്, മൈ പാസ്റ്റ് ഓർഡർ, ഇതെല്ലാം ഓർഡറുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഭാഗങ്ങളാണ്. മൈ കറണ്ട് ഓർഡറിൽ പോയി കഴിഞ്ഞാലാണ് റൺ ചെയ്യുന്ന ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണപ്പെടുക. ഈ ഒരു ഫോർമാറ്റിലാണ് അവിടെ പ്രൊഡക്ഷനിലോട്ട് പോവുക. ഈ ഒരു ഫോർമാറ്റിലോട്ട് ഇമേജ് അടക്കം, മോക്കപ്പ് ഇമേജ് അടക്കമുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് പ്രൊഡക്ഷനുള്ളിലോട്ടും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെ ഓട്ടോമാറ്റഡായിട്ട് ഈ സംഭവം, ഈ ഓർഡർ ഷീറ്റിൻ്റെ കോപ്പി പോവുക. ഇതിൻ്റെ ഒരു ഓർഡർ ഇടുന്നതോടു കൂടി തന്നെ ഇതിൻ്റെ അഡ്മിൻ അക്കൗണ്ടിലോട്ടും അക്കൗണ്ട്സിലോട്ടും പ്രൊഡക്ഷനിലോട്ടും 3 കോപ്പി ഒരുമിച്ച് പോകുന്നുണ്ട്. അഡ്മിൻ അക്കൗണ്ടിൽ നിന്ന് അത് അപ്രൂവ് ചെയ്ത് മിസ്റ്റേക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അഡ്മിൻ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള അക്കൗണ്ട്സിലോട്ടും പ്രൊഡക്ഷനിലോട്ടും പോവുക. ശേഷം ഇവിടെ ലീഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ലീഡ്സ് എന്നുള്ളത് അഡ്മിൻ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ലീഡ്സ്, അത് എക്സിക്യൂട്ടീവിന് കാണാനും അത് എക്സിക്യൂട്ടീവ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അഡ്മിന് കാണാനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ലീഡ്സ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എഫിഷ്യൻ്റായിട്ട് അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായകമാവും. ഉള്ള സെർച്ച് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇത് അഡ്മിൻ്റെ അക്കൗണ്ടാണ്. അഡ്മിൻ്റെ അക്കൗണ്ടിൽ മെയിനായിട്ട് ഇപ്പോൾ റണ്ണിങ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സിൻ്റെ ലിസ്റ്റും, അതേപോലെ തന്നെ വെരിഫൈ ചെയ്യാനുള്ള പെൻഡിങ്ങിൻ്റെ ലിസ്റ്റും, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഒറ്റയടിക്ക് തന്നെ ഒരു നിലക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾ റണ്ണിങ് ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ റൺ ചെയ്യുന്ന ഓർഡേഴ്സൊക്കെ അഡ്മിന് കാണാൻ പറ്റും. അതിൽ മറ്റുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, സെർച്ച് ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. എത്ര മുന്നേയുള്ള ഓർഡർ ആണെങ്കിൽ പോലും ഇവിടെ ജസ്റ്റ് കസ്റ്റമറുടെ പേര് കാര്യങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എത്ര വർഷങ്ങൾ മുന്നേയുള്ള ഓർഡർ ആണെങ്കിൽ പോലും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. അതിന് ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതായത് അത് പ്രൈസ്, അതേപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിസിബിൾ ചെയ്യാനും പിന്നീടുള്ള ഓർഡറുകൾക്ക് അത് റെഫറൻസായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഡിലേഡ് ഓർഡേഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഡെലിവറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പെൻഡിങ്ങായി വരുന്ന ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കാണാനും അത് പ്രത്യേക ശ്രദ്ധ കൊടുക്കാനൊക്കെ ഓപ്ഷനാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഓർഡേഴ്സ് അപ്രൂവൽ ചെയ്യാനുള്ളതിൻ്റെ കൊട്ടേഷൻസിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പാനൽ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ രീതിയിൽ തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാഷ്ബോർഡിന് കൊടുത്തിട്ടുള്ളത്.
മാത്രമല്ല റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഡേറ്റ് വൈസ് ആയിട്ട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അതിൻ്റെ സെയിൽസ് റിപ്പോർട്ട് കാര്യങ്ങൾ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഒരു മാസ്റ്റർ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു ബാലൻസ് ഷീറ്റ് ഫോർമാറ്റിനെ ഒരു മാസ്റ്റർ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് ചാർട്ട് അടക്കം കൊടുത്തിട്ട് ഡീറ്റെയിൽസൊക്കെ നോക്കാനും അത് പിന്നീടുള്ള സെയിൽസിലൊക്കെ റെഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപകാരപ്പെടും. കൂടാതെ അഡ്മിൻ അക്കൗണ്ടിൽ നിന്നും അതേപോലെ തന്നെ സെയിൽസ് സ്റ്റാഫ് അക്കൗണ്ടിൽ നിന്നും കൊട്ടേഷൻസ് ജനറേറ്റ് ചെയ്യാനും അത് കസ്റ്റമറിന് അയച്ചു കൊടുക്കാനും അതിൻ്റെ പ്രോസസ്സ് കൊട്ടേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എളുപ്പമാക്കാനൊക്കെ ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കഴിയും. അതേപോലെ തന്നെ ഡെലിവറി സ്ലിപ്പ് ഒരു പാഴ്സൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി അത് കസ്റ്റമറിന് അയക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിക്കേണ്ട കൊറിയർ സ്ലിപ്പ് ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പിന് ആവശ്യമായിട്ടുള്ള ഓഫീസ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഭാഗം അത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അത് ഓർഡർ ക്ലോസ് ചെയ്യാൻ അതിൽ QR കോഡ് അടക്കം അതിലുണ്ട്. അത് ജനറേറ്റ് ചെയ്യാനും ഈ ആപ്പിൻ്റെ സഹായത്തോടെ കഴിയുന്നതാണ്.